നീ അവനെ വിവാഹം ചെയ്യുമോ? ഇല്ല, ഞാൻ അവനെ ടൈം പാസ്സാക്കി ഉപേക്ഷിക്കും. വൈശാഖ് കരയുന്നു. 1 മാസം കഴിഞ്ഞ് ഡ്രൂ പിന്നെയും ചോദിച്ചു, നിന്റെ പ്രേമം ഒക്കെ പോയോ? വൈശാഖ് വീണ്ടും അത് തന്നെ പറഞ്ഞു. ഇല്ല, തങ്ങളുടെ യഥാർത്ഥ സ്നേഹം അവൻ്റെ അടിമത്തത്തിലും എൻ്റെ വേട്ടയാടലിലും ചെന്നവസാനിച്ചു. ഡ്രൂ തന്നോട് തന്നെ പറഞ്ഞു. സന്ദീപിൻ്റെ ഭാര്യ മരിച്ചു. ഡ്രൂവാണ് അതാദ്യം കണ്ടത്. ഡ്രൂവിന് എന്താ സംഭവിച്ചത് എന്ന് മനസ്സിലായി. ഡ്രൂവിന് കരച്ചിൽ വന്നു. പെട്ടെന്ന് ഡ്രൂവിന് സങ്കടം പോയി പേടി വന്നു. പോലീസ് തന്നെ പിടിക്കും. മോതിരത്തിൻ്റെ രഹസ്യവും അറിയും. ഡ്രൂ മരിച്ചു കിടന്ന സൂര്യയുടെ കയ്യിൽ നിന്നും മോതിരം ഊരി പെട്ടിയിൽ തന്നെ വെച്ചു. എന്നിട്ടവർ ഇസ്തിരിപ്പെട്ടി എടുത്ത് അതിൻ്റെ വയർ മുറിച്ച വയറെടുത്ത് സൂര്യയുടെ കയ്യിൽ കെട്ടി. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്തു. പിന്നെ ഡ്രൂ നേരെ സന്ദീപിനെ വിളിച്ച് സൂര്യ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. പോലീസ് വന്ന് ഡ്രൂവിനെയും സന്ദീപിനെയും ചോദ്യം ചെയ്തു. പോലീസിന് ഇതൊരു ആത്മഹത്യ അല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അവർക്ക് ഡ്രൂവിനെയും സന്ദീപിനെയും സംശയമുണ്ടായി. ചോദ്യം ചെയ്യാൻ വേണ്ടി സന്ദീപിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തു. ഡ്രൂ അടുത്ത ദിവസം കൂളായിട്ട് കോളേജിൽ പോയി. അതിനു മുമ്പ് അവൾ ടോണിയെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞു. ടോണി ഡ്രൂവിൻ്റെ ജെറ്റ് വിമാനം ഇന്ത്യയിലേക്ക് അയച്ചു കൊടുത്തു. ആവശ്യമുള്ളപ്പോൾ അങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. 2 കൊല്ലം മുമ്പ് ഡ്രൂ വാങ്ങിയ 15 പേർക്ക് ഇരിക്കാവുന്ന ജെറ്റായിരുന്നു അത്. കോളേജിൽ അന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വൈശാഖിനെ കാണുവാൻ വേണ്ടിയാണ് അവൾ പോയത്. ഡ്രൂവിനെ കണ്ടപ്പോൾ വൈശാഖ് പറഞ്ഞു, നമുക്ക് കോളേജിൻ്റെ ഏറ്റവും മുകളിൽ പോകാം ഡ്രൂ. എന്തിനാ? അവിടെ ആരും ഉണ്ടാവില്ല. നമുക്ക് സ്വസ്ഥമായി വർത്തമാനം പറയാം. ശരി. ഡ്രൂവും വൈശാഖും ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകാനുള്ള സ്വിച്ച് അമർത്തി. ലിഫ്റ്റ് കുറച്ചു ദൂരം പോയപ്പോൾ വൈശാഖ് പെട്ടെന്ന് ലിഫ്റ്റിൻ്റെ സ്റ്റോപ്പ് ബട്ടണിൽ വിരലമർത്തി. ലിഫ്റ്റ് നിന്നു. വൈശാഖ് ഡ്രൂവിൻ്റെ കണ്ണിൽ തന്നെ നോക്കി. എന്താ? ഡ്രൂ ചോദിച്ചു. എന്താ? അവൾക്ക് ചിരി വന്നു. വൈശാഖ് ഒന്നും മിണ്ടിയില്ല. വൈശാഖ് ഡ്രൂവിൻ്റെ തുടുത്ത് മിനുസമുള്ള കവിളിലൂടെ തൻ്റെ വിരൽ പതുക്കെ ഓടിച്ചു. ഡ്രൂവിൻ്റെ ഹൃദയം പടപടാന്നടിച്ചു. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവാഹമുണ്ടായി. നീ ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തേനൊലിക്കുന്നു, വൈശാഖ് പറഞ്ഞു. എന്നാൽ ഞാൻ ചിരിക്കുന്നില്ല. വൈശാഖും ഡ്രൂവും പിന്നെ ലിഫ്റ്റിൽ മുകളിലേക്ക് യാത്രയായി. സന്ദീപിനെ ജയിലിൽ നിന്നും ജാമ്യത്തിൽ വിട്ടു. അന്ന് രാത്രി സന്ദീപ് ഡ്രൂവിനോട് ചോദിച്ചു, നീ എന്തിനാ സൂര്യയെ കൊന്നത്? ഞാൻ കൊന്നില്ല, ഡ്രൂ വിക്കി പറഞ്ഞു.